بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمنا مراشد أمورنا واعذنا من شرور أنفسنا ومن سيئات أعمالنا. أما بعد قال الله سبحانه وتعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. وقال النبي صلى الله عليه وسلم سبق المفردون قيل ومن المفردون يا رسول الله؟ قال المستهترون بذكر الله. وقال النبي صلى الله عليه وسلم في حديث قدسي يقول الله سبحانه وتعالى أنا عند ظن عبدي بي فليظن بي ما شاء وأنا معه إذا ذكرني ومن ذكرني في نفسه ذكرته في نفسي ومن ذكرني في ملئ ذكرته في ملئ خير من ملئ إلى آخر ما قال رسول الله صلى الله عليه وسلم. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും പുണ്യമായ ഈ അമലിനെ ശരിയായ രൂപത്തിൽ നിർവഹിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹവും അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാവിധമായ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും മാറ്റിത്തീർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതിന് അല്ലാഹു തയ്യാറാണ്. പക്ഷേ ആര് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആഗ്രഹിക്കുന്നു അവർക്ക് അത് ലഭിക്കും. ആഗ്രഹിക്കാത്തവർക്ക്, പരിശ്രമിക്കാത്തവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുകയും കഴിഞ്ഞ കാല സംഭവങ്ങളിൽ ധാരാളം നമുക്ക് ഗുണപാഠങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്വന്തം ആഗ്രഹവും സ്വന്തം ശ്രമവും ഇല്ലാത്തവർക്ക് അവർ ആര് തന്നെയാണെങ്കിലും ശരി അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിക്കൊള്ളണം. അതേ സമയത്ത് ആഗ്രഹമുള്ളവർ, പരിശ്രമമുള്ളവർ അവരെത്ര തന്നെ ബലഹീനന്മാരും പാപികളും ദോഷികളുമാണെങ്കിലും അല്ലാഹു തആലക്ക് അവരോട് വലിയ കരുണയാണ്. ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവരുടെ അടുക്കൽ ഒരാൾ വന്നത് പറഞ്ഞു, അല്ലാഹുവിന്റെ നബിയെ, ഞാനൊരു വലിയ പാവം ചെയ്ത ആളാണ്, എനിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് നീ ചെയ്ത പാവം? അപ്പൊ ആള് പറഞ്ഞു, ഞാൻ അല്ലാഹു തആല ഹറാമാക്കിയ അനാവശ്യം, അതായത് വ്യഭിചാരം ചെയ്തു. ആ വ്യഭിചാരത്തിലെ കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടി എനിക്ക് ഒരു തീരാത്ത അപമാനമായി മാറുമല്ലോ എന്ന് കരുതി അതിനെ ഞാൻ കൊന്നു. അപ്പോൾ ഞാൻ സിനാ ചെയ്തു, കൊലപാതകം ചെയ്തു. എനിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ജലാലിയാണ്. ജലാലി എന്ന് പറഞ്ഞാൽ നബിമാരിൽ രണ്ട് സ്വഭാവക്കാരാണ്. ഒരു കൂട്ടം നബിമാർ ജമാലികളാണ്, ഒരു കൂട്ടം നബിമാർ ജലാലികളാണ്.
ജമാലികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ക്ഷമയും വിട്ടുവീഴ്ചയും കൂടുതലാണ്. അവരുടെ സ്വഭാവം വളരെ മയമായതാണ്, അയഞ്ഞ സ്വഭാവമാണ്. ചില നബിമാരുണ്ട് അവരുടെ സ്വഭാവം വലിയ കടുത്ത സ്വഭാവമാണ്. അള്ളാഹുവിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ആരെയും വകവയ്ക്കുക, വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവക്കാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ അയഞ്ഞ സ്വഭാവക്കാർ. മൂസാ നബി അലൈഹിസ്സലാം വലിയ കടുത്ത സ്വഭാവക്കാർ. ദീനിനെതിരായി, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി എന്തെങ്കിലും പ്രവൃത്തി നടന്നു എന്ന് കണ്ടാൽ ഉടനെ ദേഷ്യം. സ്വന്തം സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിനെ അദ്ദേഹം ജനങ്ങളെ വേണ്ടതുപോലെ ഉപദേശിച്ച് നേരായ വഴിയിൽ ഉറപ്പിച്ച് നിർത്തിയില്ല. അങ്ങനെ ജനങ്ങളിൽ ഒരു വിഭാഗം മൂസാ നബി അലൈഹിസ്സലാം തൂർ സീനായിലേക്ക് പോയപ്പോൾ പശുക്കുട്ടിയെ പൂജിച്ചു എന്നറിഞ്ഞ് തൂർ സീനായിൽ നിന്ന് മടങ്ങി വന്ന മൂസാ നബി അലൈഹിസ്സലാം സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ എനിക്ക് പ്രതിനിധിയായി വേണ്ട രൂപത്തിൽ എന്റെ കടമയെ നിർവഹിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഹാറൂൻ അലൈഹിസ്സലാമിന്റെ മുടിയിലും ദാടിയിലുമെല്ലാം കയറി പിടിച്ച് വലിക്കും. ഹാറൂൻ നബി ഒരു പാവം, വളരെ വളരെ പാവം, വളരെ അടഞ്ഞ സ്വഭാവമുള്ള ഒരു സാധുവായ മഹാനാണ്. അദ്ദേഹം ജ്യേഷ്ഠൻ തലമുടിയിലും ദാടിയിലും എല്ലാം പിടിച്ച് വലിക്കുകയും അടിക്കുകയും എല്ലാം ചെയ്തെങ്കിലും പറഞ്ഞു, യജ്ഞവുമ്മ ഓ എന്റെ സഹോദര, ഞാൻ ലിഹയത്തി വരാതി രഹസ്യ, എന്റെ തലമുടിയിലോ എന്റെ ദാടിയിലോ എല്ലാം പിടിച്ച് വലിക്കല്ലേ, എന്നെ അടിക്കല്ലേ. ഞാൻ ജനങ്ങളോട് പറഞ്ഞു നോക്കി, അവർ കേട്ടില്ല. പിന്നെ ഈ ജനങ്ങൾ രണ്ടായി പിരിഞ്ഞു പോകുമെന്ന് എനിക്ക് ഭയം തോന്നി. ജനങ്ങൾ രണ്ട് കക്ഷിയായി തിരിഞ്ഞാൽ അപ്പോഴും എന്നെപ്പറ്റി നിങ്ങൾ ഈ രൂപത്തിലുള്ള ആക്ഷേപം പറയുമല്ലോ, എന്നെ കുറ്റം പറയുമല്ലോ എന്ന് ഞാൻ ഭയന്നു. ഈ ഹഷീത്ത് വന്നപ്പോൾ വർണ്ണത്തെ പൈന വലിയ ഇസ്രായേൽ അവരെ തുറക്കുന്നു എന്ന് നിങ്ങൾ എന്നെ കുറ്റം പറയുമല്ലോ എന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് എന്നെ ഈ നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ അപമാനിക്കല്ലേ, എന്നെ അടിക്കല്ലേ, എന്റെ ദാടിയിലും മുടിയിലുമെല്ലാം പിടിച്ച് വലിക്കല്ലേ എന്ന് ഹാറൂൻ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം വലിയ ദേഷ്യക്കാരനായിരുന്നു. കയ്യിലിരുന്ന തൗറാത്തിന്റെ പലകയെല്ലാം വലിച്ചെറിഞ്ഞു. വലിയ ദേഷ്യമായി പോയി. കാരണം ജനങ്ങൾ ഇത്രയും കാലം പാടുപെട്ട്, ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഈ ജനങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ കൽപ്പനയായ തൗറാത്ത് ഞാൻ വാങ്ങിക്കൊണ്ടുവരാൻ കുർസിനായിലേക്ക് പോയതാണല്ലോ. ഈ കുറഞ്ഞ ദിവസത്തിന്റെ ഇടയിൽ ഇവരിങ്ങനെ മോശമായി പോയല്ലോ എന്നെല്ലാം മൂസാ നബി അലൈഹി ഇസ്ലാമിന് നിരാശയും പ്രയാസവും വ്യസനവും എല്ലാം കൂടെ കൊണ്ടുണ്ടായി. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം അങ്ങനത്തെ ഒരു സ്വഭാവക്കാരൻ. അദ്ദേഹത്തിനോട് വന്ന ഈ ഒരു മനുഷ്യൻ ഞാൻ ഹിനാ ചെയ്തു, അതിലുണ്ടായ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്നെല്ലാം പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ദേഷ്യം. മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഓടാ എന്റെ മജ്‌ലിസിൽ നിന്ന്, എന്റെ അടുത്തു നിന്ന് മാറിപ്പോകും. നിന്റെ മേൽ അള്ളാഹുവിന്റെ കോപം ഇറങ്ങാനും അത് എന്നെയും കൂടി ബാധിക്കാൻ ഇടയാകണ്ട, വേഗം എന്റെ അടുത്തുനിന്ന് പോയിക്കോളും. വലിയ ദേഷ്യം. അപ്പോ അള്ളാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, എന്തിനാണ് എന്റെ അബ്ദിനെ, എന്റെ അടിമയെ നിങ്ങൾ എന്തിനാണ് നിരാശപ്പെടുത്തുന്നത്? ഞാൻ പാവങ്ങളെ പുറത്തു കൊടുക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് എന്റെ അനുഗ്രഹത്തെ ആഗ്രഹിച്ചും എന്റെ അടുക്കൽ തൗബ ചെയ്തവരായിട്ടും എന്റെ അദാബിനെ ഭയന്നവരായിട്ടും എന്റെ അടുക്കൽ രക്ഷ കിട്ടാൻ വല്ല വഴിയുമുണ്ടോവെന്ന് ഒരു നബിയായ നിങ്ങളുടെ അടുക്കൽ എന്റെ റഹ്മത്തിനെ തേടി വന്ന ആളിനെ എന്നിൽ നിന്നും അകറ്റിക്കളയാനും നിരാശപ്പെടുത്താനും എന്താണ് കാരണം എന്ന് അല്ലാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുക.
എന്നാൽ അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഖലീലാണ്, മൂസാ നബി അള്ളാഹുവിന്റെ റസൂലും നബിയുമാണ്, സാഹിബ് കിതാബിൻ വദീനാണ്, തൗറാത്ത് വേദവും പുതിയ ശരീഅത്തും കൊടുക്കപ്പെട്ട നബിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട നബിയാണ്, ഖലീലാണ്. പ്രത്യേകമായ കിതാബ് അദ്ദേഹത്തിന്റെ പേരിൽ ഇറക്കപ്പെട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 30 സുഹൂഫുകൾ കൊടുത്തു. സുഹൂഫ് ഇബ്രാഹിം സലാദൂന എന്ന് നമ്മുടെ അഖീദയുടെ ബാലപാഠങ്ങളിൽ നമ്മൾ പഠിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 30 സുഹൂഫുകൾ കൊടുത്തു. മാത്രമല്ല ഇബ്രാഹിം നബിയുടെ കാലം വളരെ വലുതാണ്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആഗ്രഹിച്ചു. വാപ്പായെ ഉപദേശിച്ചിട്ട് വാപ്പ കേട്ടില്ല, നേരായ വഴിയിലേക്ക് വിളിച്ചിട്ട് വാപ്പ അനുസരിച്ചില്ല. അങ്ങനെ വാപ്പ അനുസരിക്കാതെ വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ എന്റെ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറ്റപ്പെടുത്തി. അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ വാപ്പാക്ക് സ്വന്തം ആഗ്രഹമില്ലാതെ നിങ്ങളെന്തിനാണ് എന്റെ വാപ്പാക്ക് വേണ്ടി, നിങ്ങളുടെ വാപ്പാക്ക് വേണ്ടി എന്നോട് ദുആ ചെയ്തു? വാപ്പാക്ക് സ്വന്തമായ ആഗ്രഹമില്ലാതെ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ സഹോദരന്മാരെ, ഇബ്രാഹിം നബിയെ ഏറ്റെടുത്ത അല്ലാഹുവിന്റെ നബിക്ക് ജന്മം നൽകിയ പിതാവാണെങ്കിലും ആ സ്വന്തം ആ ആളുടെ മനസ്സിൽ അല്ലാഹുവിലേക്ക് ഒരു അടുപ്പം ഉണ്ടാകാഞ്ഞപ്പോൾ അല്ലാഹു തആലക്ക് ധൈര്യമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം അവന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹു തആല നൂഹ് നബിയെ കുറ്റപ്പെടുത്തി. അല്ലാഹു തആല അതിൽ നിന്ന് നൂഹ് നബിയെ തടസ്സപ്പെടുത്തി. അപ്പൊ സഹോദരന്മാരെ, നബിയുടെ മകനാണ്, ഒന്ന് നബിയുടെ വാപ്പ, ഒന്ന് നബിയുടെ മകൻ. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു അല്ലാഹുവിലേക്കുള്ള മടക്കവും അല്ലാഹുവിന്റെ ഭയവും പേടിയും ഉണ്ടാകാതെ പോയപ്പോൾ അല്ലാഹു തആല നബിമാരുടെ ദുആയെയും തള്ളിക്കളഞ്ഞു. എന്നാൽ അതേ സമയത്ത് നബിതങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനപ്പെടുത്തിയവരാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയാളിയായ വഹശി. നബിതങ്ങൾക്ക് തങ്ങളുടെ മൂത്താപ്പ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ വലിയ വേദനയുണ്ട്. വഹശി മുസ്ലിമാകാൻ വേണ്ടി നബിതങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, എന്റെ മുമ്പിൽ വന്ന് നിൽക്കരുത്, എന്റെ മുമ്പിൽ വന്ന് നീ നിന്നാൽ എനിക്ക് നിന്റെ കോലം കാണുമ്പോൾ എന്റെ മൂത്താപ്പ ഓർമ്മ. വഹദ് മൈതാനത്തിൽ എന്റെ മൂത്താപ്പ മരിച്ചു കിടന്ന ആ രംഗം, അദ്ദേഹത്തിന്റെ ശരീരത്തെ അലങ്കോലപ്പെടുത്തിയ രംഗം എനിക്ക് ഓർമ്മ. എനിക്ക് എന്റെ മൂത്താപ്പാന്റെ ആ മരണവും അദ്ദേഹത്തിന്റെ നേരെ ശത്രുക്കൾ കാണിച്ച ക്രൂരമായ പെരുമാറ്റവും ഓർത്താൽ എന്നെ കൊണ്ട് സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ ഹൃദയം വല്ലാതെ വേദനിക്കും. അതുകൊണ്ട് എന്റെ മുമ്പിൽ വന്ന് നീ നിൽക്കണ്ട, എന്റെ മൂത്താപ്പായുടെ മരണവും തെറ്റും എന്റെ മൂത്താപ്പായുടെ ചെയ്യപ്പെട്ട ക്രൂരമായ പ്രവൃത്തികളും ഓർമ്മ കൊണ്ട് എന്റെ മനസ്സിൽ താങ്ങാൻ സാധിക്കാത്ത ദുഃഖം വരുന്നു എന്ന് ഇത്രത്തോളം വേദനപ്പെടുത്തിയവരാണ് വഹശി. ആ വഹശിയുടെ ഹൃദയത്തിൽ അല്ലാഹുവിലേക്ക് മടക്കമുണ്ട്. എനിക്ക് ഈമാൻ കൊള്ളണം, എനിക്ക് മുസ്ലിമാകണം, എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം, അതിനുള്ള വല്ല മാർഗവും എനിക്കുണ്ടോ? എനിക്ക് നബിയുടെ അടുക്കൽ പോയി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് പെരുമാറി മുസ്ലിമാകാൻ എനിക്ക് സാധിക്കുമോ? നബിതങ്ങളുടെ അടുക്കൽ വരെ ഞാൻ എത്താനെത്തുമോ? എത്തിയാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് അംഗീകരിക്കുമോ എന്നിങ്ങനെയുള്ള ചിന്തകളുണ്ടായി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹശിയുടെ ഹൃദയം. അങ്ങനെയെല്ലാം വഹശി ചിന്തിച്ചെങ്കിലും നബിതങ്ങളുടെ ഹദ്റത്തിൽ എത്താൻ വഹശിയെ കൊണ്ട് കഴിഞ്ഞില്ല. കാരണം നബിതങ്ങളുടെ അടുക്കലേക്ക് വരുന്ന വഴിയിൽ ആരെങ്കിലും മുസ്ലിമീങ്ങൾ വഹശിയെ കണ്ടാൽ കൊന്നുകളയും. മക്ക ഫതഹായതിനു ശേഷം ഒരു ചിലരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ അവരെ കണ്ടാലും കൊന്നിരിക്കുന്നു. അതിൽ പെട്ട ഒരാളായിരുന്നു വഹശി. അതുകൊണ്ട് വഹശിക്ക് നബിതങ്ങളുടെ സന്നിധിയിൽ എത്താൻ ഒരു മാർഗവുമില്ല. വഹശി ഈ കാണുന്ന മലകളിൽ കൂടി ഇങ്ങനെ അലഞ്ഞ് നടന്നു. രാത്രിയെല്ലാം മലയിൽ കൂടി അലഞ്ഞ് നടക്കും.
പകലെല്ലാം എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും ഈ മലകളിൽ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹം, എനിക്ക് എങ്ങനെയെങ്കിലും നബിതങ്ങളുടെ അടുക്കൽ എത്തണം, കലിമ ചൊല്ലണം, മുസ്ലിമാകണം. ആർക്ക് വയസ്സിന്റെ ആഗ്രഹം. ഈ നിലയിൽ വഹ്ശി വളരെ വിഷമിച്ച് മനപ്രയാസപ്പെട്ട് ഈ മലകളിൽ കൂടി ഇങ്ങനെ അലഞ്ഞു പോകും. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതുവരെയും സംസാരിക്കാനുള്ള കാര്യം അള്ളാഹുവിന്റെ അനുഗ്രഹം ആർക്ക് കിട്ടും? അള്ളാഹുവിന്റെ അനുഗ്രഹം അതെത്ര വിശാലമായതാണ് എങ്കിലും അത് നഷ്ടപ്പെട്ടു പോകുന്നത് ആർക്കാണ്? രണ്ട് കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. നമ്മളെല്ലാവരും നാളെ അറഫ മൈതാനത്തിൽ ഒരുമിച്ച് കൂടാൻ പോവുകയാണ്. അള്ളാഹു നമ്മുടെ അറഫ വരെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അറഫ മൈതാനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാളെ ഈ സമയം അറഫ ദിവസത്തിന്റെ അവസാന സമയമായി. നാളെ ഈ സമയമാകുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തത്തെയും സന്തോഷത്തെയും ആഗ്രഹിച്ച്, ആഖിറത്തിന്റെ വിജയത്തെയും ആഗ്രഹിച്ച് വന്നു കൂടുന്ന ലക്ഷക്കണക്കായ ജനങ്ങളെ അള്ളാഹുതആല അവന്റെ കരുണയുടെയും റഹ്മത്തിന്റെയും കണ്ണുകൊണ്ട് നോക്കുന്ന സമയമായി. വിജയികളാകുന്നവരും കാണും, പരാജിതരാകുന്നവരും കണ്ടെന്ന് വന്നേക്കാം. അള്ളാഹു നമ്മളെ പരാജിതരാക്കാതിരിക്കട്ടെ. അള്ളാഹു നമ്മളെ വിജയികളുടെ കൂട്ടത്തിലാക്കി തീർക്കുമാറാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷ വെച്ചാൽ അള്ളാഹു മനുഷ്യന്റെ ആ നല്ല പ്രതീക്ഷയെ കബൂൽ ചെയ്യുമെന്ന് ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അന ഇൻദ വജ്നി അബ്ദി ബി ഫൽയമുദ്ദ ബി ബാഷാ. ഞാൻ എന്റെ അബ്ദ് എന്നെപ്പറ്റി എപ്രകാരം വിചാരിക്കുമോ ആ വിചാരിക്കുന്ന നിലയിലായിരിക്കും ഞാനെന്ന് അള്ളാഹു പറയുക. എന്റെ റഹ്മത്തിനെ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു, എന്റെ റഹ്മത്തിനെ ഒരു മനുഷ്യൻ കൊതിച്ചു, എന്റെ പൊരുത്തവും സന്തോഷവും വേണമെന്നൊരുത്തൻ ആശിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്ന ആ മനുഷ്യന് അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹു കൊടുക്കും. അതിലേക്ക് ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ നബിതങ്ങളുടെ ഹൃദയത്തെ അങ്ങേയറ്റം വേദനിപ്പിച്ച വഹ്ശിയെ പറ്റി, ആ വഹ്ശിയുടെ മനസ്സിൽ ഭയവും പേടിയും അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയുള്ള ആഗ്രഹവും ഉണ്ടായപ്പോൾ അള്ളാഹു തആല അവന് വേണ്ടി ആയത്തിറക്കി, വഹ്ശിക്ക് വേണ്ടി ആയത്തിറക്കി. ഈ ആയത്തിറങ്ങിയപ്പോൾ വഹ്ശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഹാജരായി, കലിമ ചൊല്ലി, മുസ്ലിമായി. ആ ചരിത്രം അത്രയും പറഞ്ഞാൽ മതി. ഇപ്പോൾ അതിൽ കൂടെ പറയണം. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയമായി, സക്രാത്തിന്റെ സമയം. മക്കളെല്ലാം വിളിച്ചു വരുത്തി. മക്കളോട് പറഞ്ഞു, ഞാൻ മഹാപാവിയാണ്, ഞാൻ മഹാദോഷിയാണ്. അവിടെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കരിച്ച് ചുട്ട് ചാരമാക്കി എന്റെ ആ ചാരത്തിനെ കൊണ്ടുപോയി കടലിലും മാറ്റിലുമില്ല കലക്കി വിട്ടത്. കാരണം ഞാൻ മഹാഭാവിയാണ്, മഹാദോഷിയാണ്. എന്നെ അള്ളാഹു തആലക്ക് പിടിക്കാൻ കിട്ടരുത്. അതുകൊണ്ട് ആറ്റിൽ കലക്കി വിട്ടേക്കാൻ പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, ഹദീസിൽ വന്ന കാര്യമാണ്. അങ്ങനെ ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം മക്കള് അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം, സുഫിയത്ത് പ്രകാരം വാപ്പായുടെ ജഡലത്തെ മയ്യത്തിനെ ചുട്ട കരിച്ച് ചാരമാക്കി കടലിലെല്ലാം കൂടി കലക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു തആല വെള്ളത്തിലും മറ്റും കലക്കി കളഞ്ഞ ആ മനുഷ്യന്റെ അണുക്കളെല്ലാം ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി, വെള്ളാകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അല്ലാഹു തആല അവനെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹയാത്താക്കി അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തി പടച്ചവന്റെ മുമ്പിൽ കൊണ്ടുപോയി. അല്ലാഹു തആല മനുഷ്യരോട് ചോദിക്കുക, മനുഷ്യ, നീ എന്തിനാണ് മരിക്കാൻ നേരത്ത് നിന്റെ മക്കളോടെ ഇങ്ങനെ വസിയത്ത് ചെയ്യുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്ത പാവം ഓർത്തും നിന്റെ അദാബിനെ ഓർത്ത് ഭയന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കിടക്കുന്നത്.
അല്ലാഹുതആല പറഞ്ഞു, എന്നെ ഈ നിലയിൽ കൂടി ഭയപ്പെട്ടതുകൊണ്ട് നീ ഏതിൽ നിന്നും ഭയപ്പെട്ടോ അതിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. എന്റെ പാവങ്ങളെല്ലാം ഞാൻ പുറത്തു വന്നിരിക്കുന്നു. നീ എന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പൊയ്ക്കോ എന്ന് അല്ലാഹുതആല ആ മനുഷ്യനോട് പറഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ എപ്രകാരം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു, നാളെ ഒരു മനുഷ്യന്റെ അമലുകളെ അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. ആ അമൽ ഭൂമി മുതൽ ആകാശം വരെ ഉയരത്തിൽ കാണപ്പെടും. അത്ര കൊണ്ട് വളരെ കൂടുതൽ കാണും. അല്ലാഹുതആല അവന്റെ ഇബാദത്തുകളെല്ലാം ത്രാസിന്റെ ഒരു തട്ടിലേക്ക് എടുത്ത് വെക്കാൻ പറയും. ഇത്രയും വലിയ ഇബാദത്തുകൾ. ആ ഇബാദത്തെല്ലാം നന്മതിന്മകളെ തൂക്കുന്ന ത്രാസിന്റെ ഒരു തട്ടിലേക്ക് എടുത്തു വെക്കും. അല്ലാഹുതആല പറയും, ഈ മനുഷ്യന്റെ മേൽ ഞാൻ ചെയ്ത നിഅമത്തുകൾ, ഇവർ ഞാൻ കൊടുത്ത അനുഗ്രഹങ്ങൾ, അതെല്ലാം കൂടി ഒരു തട്ടിലേക്ക് വെക്കാൻ പറയും. അങ്ങനെ അല്ലാഹുവിന്റെ നിഅമത്തുകളെ മറ്റേ തട്ടിലേക്ക് വെക്കപ്പെടും. അപ്പോൾ അല്ലാഹുവിന്റെ നിഅമത്തുകളെ വെക്കപ്പെട്ട തട്ട് ഭാരം കൂടിപ്പോകും. ആ മനുഷ്യനോട് ചോദിക്കുന്ന, മനുഷ്യ ഇപ്പോൾ നീ എന്ത് പറയും? ഈ ഇബാദത്ത് ധാരാളം ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഞാൻ നിനക്ക് ചെയ്ത നിഅമത്തിന് പകരം പോലും ആയിട്ടില്ലല്ലോ നിന്റെ ഇബാദത്ത്. ഇനി എന്നോട് നിനക്ക് എന്താണ് ആവശ്യപ്പെടാൻ അവകാശമുള്ളത് എന്ന് അല്ലാഹുതആല ചോദിക്കും. അപ്പോൾ ആ മനുഷ്യൻ പറയും, പടച്ചോനെ, എന്റെ ഇബാദത്തിന്റെ പേരിൽ നിന്നോട് അവകാശമായി ചോദിക്കാറൊന്നുമില്ല. ഞാൻ നിന്റെ ഔദാര്യത്തെ പ്രതീക്ഷിക്കുന്നു പടച്ചോനെ, നിന്റെ ഔദാര്യത്തെ പ്രതീക്ഷിക്കുന്നു, നിന്റെ ദാനത്തെ പ്രതീക്ഷിക്കുന്നു എന്ന് ആ മനുഷ്യൻ പറയും. അല്ലാഹുതആല ആ മനുഷ്യനോട് പറയും, നീ എന്റെ ഔദാര്യത്തിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് പൊയ്ക്കോ എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى. ഒരൊറ്റ ആളും ആരും ചെയ്ത ഇബാദത്തിനെ പറ്റി ചിന്തിച്ച് ഞാൻ ചെയ്ത ഇന്ന ഇബാദത്തുകൾ ഇത്രത്തോളം ഇബാദത്തുകളുണ്ട്, അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് അവന്റെ അനുഗ്രഹം, സ്വർഗത്തിലെ നിഅമത്തുകൾ എനിക്ക് ലഭിക്കുമെന്ന് വിചാരിക്കാനോ ഉറപ്പിക്കാനോ ആർക്കും അവകാശമില്ല എന്ന് അല്ലാഹുതആല പറഞ്ഞു. എന്താ? ഓരോരുത്തർക്കും ഒരു അവകാശമുണ്ട്. അതെന്താ? അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, അവന്റെ ഔദാര്യത്തെ പ്രതീക്ഷിക്കും. വായനോട് സഹോദരന്മാരെ, ഇത്രയും പറയുകയുണ്ടായി, നമ്മൾ എത്ര വലിയ പാപികളാണെങ്കിലും ശരി, എത്ര വലിയ ദോഷികളാണെങ്കിലും ശരി, അല്ലാഹുതആല നാളെ ആരുടെയും പാപത്തിന്റെ പെരുപ്പത്തിലേക്കോ ആ പാപത്തിന്റെ വലിപ്പത്തിലേക്കോ നാളെ അല്ലാഹു നോക്കുകയില്ല. അല്ലാഹു നാളെ അറഫ മൈതാനത്തിൽ ഒരുമിച്ച് കൂടി അവരുടെ ഹൃദയത്തിലേക്ക് നോക്കും. ابن آدم لو أتيتني بقراب الأرض ذنبا لأتيتك بمثلها مغفرة ولا أبالي. ഈ ഭൂമി നിറയെ പാപവുമായിട്ട് ഒന്നെടുക്കൽ വന്നു. എന്റെ പാവങ്ങളെ പറ്റി ഭയന്ന് പേടിച്ച് പശ്ചാത്തപിച്ച് തോപ ചെയ്യുന്നവനായി വന്നാൽ നിന്റെ പാവങ്ങൾ എത്രത്തോളം കൂടുതലുണ്ടെങ്കിലും ഞാൻ ആ പാപത്തെ പറ്റി കണക്കാക്കുകയില്ല. നിനക്ക് ഞാൻ അതുപോലെയുള്ള മഗ്ഫിറത്ത് നൽകി നിന്നെ ഞാൻ പരിശുദ്ധവാനാക്കും എന്ന് അല്ലാഹു പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, നാളെ ഭയത്തോടെ, പേടിയോടെ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയുള്ള ആശയോടെ, കൊതിയോടെ നാളെ പോകുന്നവർക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാനമാണ്. നാളെ രണ്ട് സംഭവിച്ചപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാം. എല്ലാവരും ഉറങ്ങുക, പിന്നെ എന്താ പറയുന്നത്? നല്ല കൂളറ്, ധാരാളം ഫാന്, വെയിലിന്റെ ചൂട് കുറഞ്ഞു, എല്ലാവരും ഉറങ്ങുക. ലോഹറിന് ശേഷം ഉറങ്ങി അസർ വരെ. നീ എന്തിനാ പറയുന്നത്? സ്വർഗത്തെ ആഗ്രഹിച്ചു വന്നവർ ഇങ്ങനെ ഉറങ്ങിയാൽ കൊള്ളാമോ? ഉറങ്ങില്ല. അല്ലാഹുതആല നമുക്ക് നാളെ ഖബറിൽ നീണ്ടുമാറി സുഖമായി ഉറങ്ങേണ്ടതുണ്ട്. നമ്മുടെ ഖബറിൽ സുഖമായി ഉറങ്ങുന്നവരാൽ അല്ലാഹു നമ്മളെ ആക്കട്ടെ. ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പയ്യൻ മദ്രസായിൽ ഓടാൻ. അപ്പോൾ മദ്രസായിൽ ഏതെങ്കിലും പിള്ളേർ ഓടാൻ വന്നാൽ അവരെ ആദ്യം
ആദ്യമായിട്ട് മദ്രസയിൽ ഓടാൻ വന്നതാണെങ്കിൽ അവരെ ആരംഭത്തിലെ പാഠത്തിലേക്ക് ചേർത്തേക്കും. അത് സ്വഭാവ ഗുണങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചെറുതായിട്ട് പരിശോധിച്ച് ചേർത്തേക്കും. ഏതെങ്കിലും കിതാബുകൾ ഓതി എന്ന് പറയുന്ന പിള്ളേരാണെങ്കിൽ പരിശോധിച്ചു. ആ പയ്യൻ വന്നു, നീ എത്ര കൊല്ലമായി ഓടാൻ തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു ഉസ്താദ്. ഞാൻ 4 കൊല്ലമായി ഓടുന്നു. നീ എന്തെല്ലാം ഓടി? ചില കിതാബുകളുടെ പേരൊക്കെ പറഞ്ഞു. ആ ഉസ്താദ് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒന്നും അറിയാൻ പാടില്ല. മീസാൻ അറിയാൻ പാടില്ല, അജ്നാസ് അറിയാൻ പാടില്ല, ജഡ്ജാദ് അറിയാൻ പാടില്ല, അവാമിനെ അറിയാൻ പാടില്ല, തസ്ലീമുൽ ഇസ്ലാം അറിയാൻ പാടില്ല, ഷറഫായി അറിയാൻ പാടില്ല, ബാബു കാരിമത്ത് സുഹറായി അറിയാൻ പാടില്ല, കുബറായി അറിയാൻ പാടില്ല, മുത്തവരിൽ അറിയാൻ പാടില്ല, ഉദ്ദയിൽ അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. ഈ 5 കൊല്ലമായിട്ട് എന്താണോ ഓതിയത്? ഞാൻ 5 കൊല്ലമായിട്ട് ഈ കിതാബൊക്കെ ഓതി ഒരക്ഷരം അറിഞ്ഞുകൂടാ, വായിക്കാൻ അറിഞ്ഞുകൂടാ. ഉസ്താദിന് പോടാ, 5 കൊല്ലം മദ്രസയിൽ നിന്റെ വയസ്സെല്ലാം പാഴാക്കി. വല്ലവരുടെ ചോറിന് 5-6 കൊല്ലം ഉണ്ട്. ആ എത്രയോ ഉസ്താദന്മാരുടെ സമയം വെറുതെ പാഴാക്കി. 5 കൊല്ലം കൊണ്ട് നിനക്ക് ഒരു വസ്തുവും മനസ്സിലായിട്ടില്ല. നീ മടേന നോക്കൂ, നിന്റെ മനസ്സായി ചേർക്കണം. അങ്ങനെ ഉസ്താദിനെ വരട്ടിവിട്ടു. ഉസ്താദ് രാവിലെ സുബൈ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അവറാതെ വലായുമെല്ലാം ഓതിയിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോകും. ഇവൻ പോയി ആ വാതുക്കൽ പോയി ഒരു അരികിലിങ്ങനെ നിൽക്കും. അല്പം ഉസ്താദിനെ കാണാൻ സാധിക്കത്തക്ക നിലയിൽ ചിലപ്പോൾ ഉസ്താദ് അവരെ കാണുമ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്നെയും മദ്രസയിൽ ചേർക്കണം. 5 കൊല്ലം ഓതിയിട്ട് എന്താണോ പഠിച്ചത്? ഈ ഓതി എന്ന് പറയുന്ന ഒരു കിതാബിന്റെ ഒരു ഇബാറത്ത് വായിക്കാൻ, അതിന്റെ ഹദ്ദ് സ്വലാത്ത് വായിക്കാൻ നിനക്ക് അറിയാൻ പാടില്ല. ഇനി പിന്നെ എന്തിനാണോ നിന്റെ സമയം നീ പാഴാക്കുന്നപ്പോ? എന്തെങ്കിലും കച്ചവടമോ തൊഴിലോ എന്തെങ്കിലും ചെയ്ത് പോയി ജീവിക്കാൻ മതി. മദ്രസയിൽ പോയി നിന്റെ സമയം പാഴാക്കാറ്, ഉസ്താദന്മാരുടെ ജീവിതം പാഴാക്കാറ്, വല്ലവരുടെയും ചോറ് ചുമ്മാ തിന്നാതെ പോ എന്ന് പറഞ്ഞ് വരട്ടും. ഇപ്പം വരട്ടുമ്പോൾ പോവും. ഉസ്താദ് പിന്നെ പാടമെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുറിയിൽ പോയി കിടക്കാൻ പോകുമ്പോൾ അപ്പുറം പോയി ആ വാതിക്കൽ പോയി നിൽക്കും. ശല്യപ്പെടുത്തുന്നില്ല. ഇങ്ങനെ ഒരു 10-15 ദിവസം അയ്യോ പോവുക. എല്ലാ ദിവസവും കാലത്തെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഉസ്താദിന്റെ വാതിലിന്റെ അടിയിൽ വന്നിങ്ങനെ കൈ കെട്ടി നിൽക്കും. പല പ്രാവശ്യം വിരട്ടി നോക്കി അവൻ പോവുക. അവസാനം 10-15 ദിവസം കഴിഞ്ഞപ്പോ ഉസ്താദ് ഞങ്ങളെ വിളിച്ചേച്ച് പറഞ്ഞു, ഞങ്ങൾ പഴയ പിള്ളേരാ പോകുന്ന പഴയ പിള്ളേർ, ഇവർക്ക് എവിടെയെങ്കിലും ഒരു നേരത്തെ ചാപ്പാടാക്കി കൊടുക്കും. ഒരു നേരം ഉച്ചയ്ക്ക്. കാലത്തെ ചായയും വേണ്ട, വൈകുന്നേരം ചോറും വേണ്ട. ഈ ഓടാത്തവർക്ക് എന്തിനാ 3 നേരം ചാപ്പാട്? ഒരു നേരം ഉച്ചയ്ക്ക് ചാപ്പാടാക്കി കൊടുക്കാൻ പറ്റും. ഞങ്ങളെ ഒരു വീട്ടിൽ പോയി ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ചാപ്പാടാക്കി കൊടുക്കും. അവിടെ ഒരു മാസത്തോടെ ഉച്ചയ്ക്ക് മാത്രം ചോറുണ്ടോന്നാ മദ്രസയിൽ പോയി. ഞങ്ങൾ ഓരോ മുത്താലിമികളുടെ പൈസയൊന്നുമില്ല അവർക്ക് കൊടുക്കാൻ. ഞങ്ങൾക്ക് വലിയ ആ കരുണ തോന്നിയിട്ടുണ്ട് ആ മുത്താലിമികൾ. ഞങ്ങളിൽ പൈസയില്ല. ചിലപ്പോൾ ആരെങ്കിലും ഒരു ചായ മേടിച്ചു കൊടുക്കും. രാത്രി പട്ടിണിയാണ്. ഒരു 5-6 ദിവസമെല്ലാം കഴിഞ്ഞപ്പോ ഉസ്താദിന് കൊണ്ടുവരുന്ന ചോറ് വരെ ബാക്കി വരും. ആ ചോറ് കൊണ്ടുവരുന്ന പയ്യനാണ് ആ ബാക്കി ഉണ്ടെന്ന്. അവരോട് പറയും, ബാക്കിയുള്ള ചോറില്ല അവരെയും കൂടെ കൂട്ടിക്കോ, നീ ഏതായാലും ഒന്നും ഉണ്ടതാണല്ലോ, ഇപ്പൊ 2ാമത് ഉണ്ടല്ലേ, അതുകൊണ്ട് അവരെയും കൂടെ കൂട്ടിക്കോ എന്ന് പറയും. അങ്ങനെ ഒരു 10-15 ദിവസം കഴിഞ്ഞു. കാലത്തെ പട്ടിണി, രാത്രി പട്ടിണി, ഉച്ചയ്ക്ക് മാത്രം ചാപ്പാട്. ചിലപ്പോൾ ഉസ്താദ് ഉണ്ടതിന്റെ ബാക്കി അല്പം കിട്ടും. ഒരു മാസമായി അവൻ പോയില്ല. ഉസ്താദ് അവനെ വിളിച്ചേച്ച് പറഞ്ഞു, എടാ നീ ഏതായാലും ആഗ്രഹമുള്ളവരാ, നീ ഓടിക്കോ, നിനക്ക് 3 നേരമല്ല 4 നേരം ചാപ്പാടാക്കി തന്നേക്കോ. 4 മണിക്ക് ചായ, കാലത്തെ ചായ, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം. അവരുമായി ആ ആള് ഓടി. എത്രത്തോളം മാലിനായെന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അയാള് ഇപ്പോഴൊരു മദ്രസയിലെ മുദരിസ, നല്ലപോലെ വാഴ് പറയും. എല്ലാ ആലിമീങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് ഇതുപോലെ ഒരു മുത്താലിമും കൂടെ ഉണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഉസ്താദിന്റെ മനസ്സ് അലിഞ്ഞുപോയി. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് അവനെ പറ്റി അലിഞ്ഞുപോയി. അള്ളാഹുത്താലായും അവന്റെ പേരിൽ അലിവുകയാണ്. അവന് കിതാബുകൾ ഓടാൻ കഴിവില്ലെങ്കിലും എന്തൊക്കെ ഓടി പഠിച്ചു. അവനൊരു മുതലിച്ചാണ് ഇപ്പോൾ അദ്ദേഹം. ഹസീബുമാണ്, വാഴുവാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുത്താല കൊടുക്കാൻ വിചാരിച്ചവർക്ക് യോഗ്യത ഒന്നും ആവശ്യമില്ല. യോഗ്യത നോക്കി കൊടുക്കുന്നവരല്ല.
അള്ളാഹ് കൊടുക്കാൻ വിചാരിച്ചാൽ ഒരു യോഗ്യതയില്ലാത്തവർക്ക് അള്ളാഹുത്തരം കൊടുക്കും. ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ അറിവാളി ആരാണ് സഹോദരന്മാർ? അള്ളാഹുവിനെ കഴിഞ്ഞാൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ അറിവാളി ആരാ? അത് പറഞ്ഞില്ലേ അറിവാളി ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എഴുതാനറിയാമോ? എഴുതാനറിയോ? അറിഞ്ഞുകൂടാ. വായിക്കാനറിയോ? അറിഞ്ഞുകൂടാ. ഏതെങ്കിലും മദ്രസയിലോ കോളേജിലോ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമ്മിയാണ്. അല്ലമനി റബ്ബി ഫഅഹ്സന തഅലീമി വഅദ്ദബനി റബ്ബി ഫഅഹ്സന തഅലീമി. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ ജബലുൻ നൂർ, ഹിറാ എന്ന് പറയുന്ന മല കണ്ടില്ലേ? അതിന്റെ പൊങ്ങി നിൽക്കുന്ന ആ മലയുടെ ഉച്ചി കണ്ടില്ലേ? ആ ഉച്ചിയിൽ അവിടെ ഒരു പാറയിൽ ഒരു ഗുഹയിൽ പോയിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്തു. കുറെ കാലം ഇബാദത്ത് ചെയ്തു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നബി തങ്ങളെ കെട്ടിപ്പിടിച്ചു. നബി തങ്ങളോട് പറഞ്ഞു ഇഖ്റ ഓതാൻ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു മാ അന ബിഖാരിൻ, ഞാൻ ഓതിട്ടില്ല, പഠിച്ചിട്ടില്ല, എനിക്കൊന്നും ഓതാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൂടെ പിടിച്ചമക്കി. 3 പ്രാവശ്യം അമക്കി. 3 പ്രാവശ്യം നബി തങ്ങൾ എന്താ പറഞ്ഞത്? മാ അന ബിഖാരിൻ, എനിക്കൊന്നും ഓതാൻ അറിയാൻ പാടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല, വായിച്ചിട്ടില്ല ഒന്നും പറഞ്ഞു. ശേഷം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു. ആർക്കും ഇല്ലാത്ത ഇൽമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഇൽമ അല്ലാഹു തആല വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അത്രത്തോളം ഇൽമ കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഇൽമിന്റെ ആഴം ആര് കണ്ടു? സഹോദരന്മാരെ, അല്ലാഹു തആല അത് മുഖേന എന്താ എന്നെയും നിങ്ങളെ പഠിപ്പിക്കാന്ന് വെച്ചാൽ, അല്ലാഹു തആല കൊടുക്കാൻ വിചാരിച്ചാൽ യോഗ്യത ഒന്നും ആവശ്യമില്ല. ഒരു യോഗ്യതയില്ലാത്തവർക്ക് അല്ലാഹു കൊടുക്കും. എല്ലാ യോഗ്യതയുള്ളവർ അല്ലാഹു കൊടുത്തില്ല എങ്കിലും ഒന്ന് നഷ്ടമാണ്. ആ മൈതാനത്തിൽ ആരാണ് ഭാഗ്യവാൻ? നാളത്തെ വിജയി ആരാണ്? യോഗ്യന്മാരല്ല. പിന്നെയോ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞ് വളഞ്ഞ് തന്റെ ഇല്ലായ്മയെയും വല്ലായ്മയെയും തന്റെ മോശമായ അവസ്ഥയെയും അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞ് കരഞ്ഞ് ഖേദിച്ച് പേടിച്ച് പടച്ചവരോട് അവന്റെ അനുഗ്രഹത്തെ 2 കൈയും നീട്ടി ചോദിക്കുന്നവൻ ആരാണോ അവൻ നാളത്തെ ഭാഗ്യവാനാണ്. അല്ലാഹു തആല ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ആക്കി തീർക്കുമാറാകട്ടെ. നാളെ പടച്ചവരോട് ചോദിച്ച് വാങ്ങാൻ ഉള്ള ഒരു പരിശീലനം, അതിനുള്ള ഒരു ആഗ്രഹം, ആവേശം നമുക്ക് പകർന്നു കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് മിനായിൽ നമ്മളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. നാളെ അറഫായിലേക്ക് വരാൻ നിങ്ങൾ യോഗ്യന്മാരെ. അതുകൊണ്ട് സഹോദരന്മാരെ, രാവിലെയും പറഞ്ഞു താരീമിൽ കൂടി നമ്മുടെ ഇവിടുത്തെ സമയത്തെ നാം വളരെ സൂക്ഷിച്ച് ചെലവഴിക്കണം. എത്രത്തോളം ഇന്നത്തെ ദിവസം അല്ലാഹുവിന്റെ ദിക്ർ, ഖുർആൻ ഓതുക, ഇബാദത്ത്, തൗബ, ഇസ്തിഗ്ഫാർ മുതലായ അമലുകളിൽ ഇന്നത്തെ ഈ പകലും ഈ വരാൻ പോകുന്ന രാത്രിയും നമ്മൾ കഴിച്ചു കൂട്ടിയിട്ട് നാളെ രാവിലെ ഇവിടെ നിന്നും തൽബിയത്ത് ചൊല്ലിയവരായി, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തേടിയവരായി, കൊതിച്ചവരായി അറഫായിലേക്ക് പോവുകയും നാളെ അറഫായുടെ മൈതാനത്തിൽ അവിടെയും കൂടാരം കാണും. കൂടാരത്തിന്റെ അകത്ത് തീറ്റയും കുടിയും വർത്തമാനവും, പിന്നെ അന്യ പെണ്ണുങ്ങളാണെന്നുള്ള ഓർമ്മ പോലും ഇല്ലാതെ അന്യ പെണ്ണുങ്ങളുടെ മുമ്പിൽ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞും രസിച്ചതെല്ലാമാണ് നാം കഴിച്ചു കൂട്ടുന്നതെങ്കിൽ നമ്മളോളം പൂജാരികൾ വേറെ ആരും കാണില്ല. അല്ലാഹു നമ്മളെ അതിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ ദിവസം ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, സഹോദര, ഇന്നത്തെ ദിവസം തന്റെ കണ്ണിനെ ഹറാമായ നോട്ടത്തിൽ നിന്നും തന്റെ എല്ലാ അവയവങ്ങളെയും തെറ്റായ പ്രവൃത്തികളിൽ നിന്നും കാതിനെ തെറ്റ് കേൾക്കുന്നതിൽ നിന്ന് നാവിനെ തെറ്റ് പറയുന്നതിൽ നിന്ന് കണ്ണിനെ തെറ്റ് കാണുന്നതിൽ നിന്ന് മറ്റുള്ള അവയവങ്ങളെ തെറ്റായ ചലനങ്ങൾ അവകളിൽ നിന്ന് ഉണ്ടാകുന്നതിൽ നിന്ന് അല്ലാഹുവിന്റെ ഭയത്താൽ ആര് കാത്തു സൂക്ഷിക്കുന്നു അവരാണ് ഇന്നത്തെ ദിവസത്തെ ഭാഗ്യവാൻ, അനുഗ്രഹീതനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയതുകൊണ്ട് സഹോദരന്മാരെ,
നാളെ അല്ലാഹു തആല അന്ന് പ്രസവിച്ച ബാലകനെ പോലെ പരിശുദ്ധവാന്മാരാക്കും. നാളെ അറഫ മൈതാനത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെട്ടവരായ ഭാഗ്യവാന്മാരെ അല്ലാഹു നമ്മളെ അങ്ങനത്തെ പരിശുദ്ധവാന്മാരായി അല്ലാഹു ആക്കിത്തരട്ടെ. നമ്മുടെ ഹജ്ജിനെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം നിങ്ങളോട് പറയുകയുണ്ടായി, ഹജ്ജിന്റെ ഈ ദിവസങ്ങളിൽ ഹജ്ജിന് വേണ്ടി എഹ്റാം കെട്ടി, ഉംറയ്ക്ക് വേണ്ടി എഹ്റാം കെട്ടി ഈ മക്കായിലും ഈ മിനായിലും ഈ മുസ്ദലിഫ അറഫാത്തിലുമെല്ലാം ആ ഫലത്തോടുകൂടി ഹലാൽ ഹറാമിനെ വകവയ്ക്കാതെ അള്ളാഹുവിന്റെ ഭയമില്ലാതെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെയും ചെയ്തുകൊണ്ട് ധൈര്യപ്പെട്ട് നടക്കുന്നവൻ പിന്നെ മരണം വരെയും നന്നാകുകയില്ല എന്ന് മഹാന്മാർ. അള്ളാഹു അങ്ങനത്തെ മരച്ചുപോയ കൂട്ടത്തിലായിപ്പോവാതെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതേ സമയത്ത് ഈ ഹജ്ജിന് എഹ്റാം കെട്ടിയതിനു ശേഷം മക്കാമിന, അറഫ, മുസ്ദലിഫ മുതലായ ഈ സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ധ്യാനത്തിനും അള്ളാഹുവിന്റെ ഭയത്തിനും അള്ളാഹുവിന്റെ ഇബാദത്തിനും ഏത് സ്ത്രീ ഏത് പുരുഷൻ കഴിച്ചു കൂട്ടുന്നു അവർ മരണം വരെ തഖ്വായുടെ ജീവിതം ചിന്തിച്ച ഭാഗ്യവാന്മാരായി. അള്ളാഹു നമ്മളെ ആ നിലയിലുള്ള ഭാഗ്യവാന്മാരാക്കി തരണം. ആയതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിനെ ഭയപ്പെടും, അള്ളാഹുവിന്റെ റഹ്മത്തിനെ ആശിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ മഗ്ഫിറത്തിന് വേണ്ടി തൗബ ചെയ്യും, അള്ളാഹുവിന് പ്രിയപ്പെട്ട നല്ലവരാകണമെന്ന് ആഗ്രഹിക്കും. നമ്മുടെ ഈ 4-5 ദിവസങ്ങൾ ആ ആഗ്രഹത്തിലും ആ ചിന്തയിലും ആ പരിശ്രമത്തിലുമായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ പ്രധാന ജോലി അള്ളാഹുവിന്റെ ദിക്റായിരിക്കണം, അള്ളാഹുവിന്റെ ഇബാദത്തായിരിക്കണം, ഖുർആൻ ശരീഫ് ഓതലായിരിക്കണം. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് നമ്മൾ അറഫായിലേക്ക് പോകും. അറഫായിലേക്ക് സൂര്യൻ അല്പം ഉദിച്ച് സൂര്യന്റെ പ്രകാശം ഈ മലയുടെ മുകളിൽ കാണപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും അറഫായിലേക്ക് പോകണം. അറഫായിലേക്ക് പോകേണ്ട വഴി ഇന്നതാണ് എന്നൊക്കെ ഫിഖ്ഹിന്റെ കിതാബുകളിലും ഹദീസിന്റെ കിതാബുകളിലും എല്ലാം ഉണ്ട്. നമ്മള് ആ സുന്നത്തുകളെല്ലാം നമുക്ക് പിൻപറ്റാൻ സാധിക്കണമേ എന്ന് ആശിക്കണം. ഇപ്പൊ ബസ്സിനും മറ്റും പോകുന്നവർക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്ന വഴിയിൽ പോകാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരികയില്ല. എങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹു കൂലി തരുന്നവനാണ്. അറഫായിൽ എത്തിക്കഴിഞ്ഞാൽ മോഹർ വരെ അറഫായിൽ നമുക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല. ശരിയായ നിയമമനുസരിച്ച് മോഹർ വരെ അറഫായിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ്. മോഹറോട് കൂടിയേ ഉള്ളൂ അറഫായിൽ പ്രവേശിക്കാവുള്ളൂ എന്നാണ് നിയമം. പക്ഷേ നമ്മളെ കൂടാരത്തിൽ കൊണ്ടുപോയി ആക്കിക്കളയും. പോകാതിരുന്നാൽ നമുക്ക് വഴിയറിയാൻ പാടില്ലാതെ നമ്മൾ പോയി കൂടേണ്ട സ്ഥലം ഏതാണെന്ന് അറിയാതെ നമ്മൾ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളെ ബസ്സിൽ കൊണ്ടുപോയി നമ്മളുടെ കൂടാരത്തിൽ ഇറക്കിവിടും. പോയാൽ ഉടനെ നാം ചെയ്യേണ്ട ജോലി നമ്മൾ അറഫായുടെ വഖൂഫിന് വേണ്ടി കുളിക്കുക സുന്നത്താണ്. അവിടെ കുളിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കാണും. ചെറിയ തുണി കൊണ്ട് മറച്ചു കെട്ടിയ സ്ഥലങ്ങൾ കാണും. അതുപോലെ പല ചെറിയ ചെറിയ സൗകര്യങ്ങൾ കാണും. പെണ്ണുങ്ങളുടെ അവിടെ ശരീരം അന്യ പുരുഷന്മാരുടെ മുമ്പിൽ തുറക്കരുത്. അവിടെ തല, അവിടെ ബാക്കി ശരീരത്തിന്റെ ഭാഗം എല്ലാം അന്യ പുരുഷന്മാരുടെ ദൃഷ്ടി പെടുന്നതിൽ നിന്നും കാത്ത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അവർക്ക് ആ നിലയിൽ കുളിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടിയാൽ കുളിച്ചാൽ മതി. കാരണം കുളിക്കുന്നത് സുന്നത്താണ്. എന്നാൽ അവരുടെ ശരീരം അന്യ പുരുഷന്മാർ കാണാനിടയായാൽ അത് ഹറാമാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നതിനെ പോലും ബഹുമാനപ്പെട്ട സഹാബാക്കൾ തടുക്കാൻ കാരണം. ഫർളായ ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ മഹറം വേണം. അവരുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യാൻ ശറഅിൽ അനുവദിക്കപ്പെട്ട, അവരെ കല്യാണം കഴിക്കൽ ഹറാമായ രക്തബന്ധത്തിലുള്ള ആണുങ്ങൾ വേണമെന്ന് പറയാൻ കാരണം പെണ്ണുങ്ങൾ അവരുടെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹജ്ജ് യാത്രയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ ഒരു നാട്ടുകാരായിരിക്കും, പരിചയക്കാരായിരിക്കും, നമ്മുടെ കൂട്ടുകാരന്റെ കെട്ടിയവരായിരിക്കും, ഭാര്യയായിരിക്കും. അതിന്റെ പേരിൽ നമ്മുടെ കൂട്ടുകാരന്റെ ഭാര്യ നമുക്ക് കാണാം, സംസാരിക്കാം, പെണ്ണുങ്ങളിരിക്കുന്ന ക്യാമ്പിലേക്ക് കയറിപ്പോകാം, എന്തെങ്കിലും ഒരു കാരണവും പറയാം. ചായ കൊടുക്കാനാണ്, കാപ്പി കൊടുക്കാനാണ്, അല്ലെങ്കിൽ എന്റെ ഭാര്യനെ അന്വേഷിക്കാനാണ്. സഹോദരന്മാരെ, വെളിയിൽ പെണ്ണ്
പെണ്ണുങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി മറയ്ക്കപ്പെട്ടവരിൽ ആണുങ്ങൾക്ക് പൂർണ്ണമായ മറയോടുകൂടിയാണ് ഇവിടെ നമ്മൾ ഈ ക്യാമ്പിൽ നമുക്ക് വേണ്ടിയുള്ള താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് നമ്മളെ സൂക്ഷിച്ച് ജീവിക്കാൻ, തെറ്റിൽ നിന്നും അകന്ന് ഒഴിഞ്ഞു ജീവിക്കാൻ നമ്മുടെ പെണ്ണുങ്ങൾക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ, നമ്മുടെ ആണുങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആണുങ്ങളുടെ ക്യാമ്പിലേക്കും പെണ്ണുങ്ങളുടെ ക്യാമ്പിലേക്കും പോയി ആണുങ്ങളുടെ കൂട്ടത്തിൽ ഇടകലർന്ന് കഴിഞ്ഞുകൂടാതെ ഈ ഭാര്യയാണെങ്കിൽ തന്നെയും ശരി, ഇഹ്റാം കെട്ടിയതിന് ശേഷം ഭാര്യയുമായിട്ട് കൂടുതൽ അടുത്തും കൂടുതൽ വർത്തമാനങ്ങൾ പറഞ്ഞതെല്ലാം കഴിഞ്ഞു കൂടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇഹ്റാമിന്റെ ഒരു പ്രധാനമായ വിഷയമാണ്. ഇഹ്റാം കെട്ടിയതിന് ശേഷം ഏത് തെറ്റുകൾ വന്നാലും ആ തെറ്റുകളെ ഫിദിയ കൊണ്ടും ആടർത്ത് കൊടുക്കുന്നത് കൊണ്ടും അങ്ങേയറ്റം കൂടിയ തെറ്റ് ചെയ്താൽ ഒരൊട്ടം അറുത്ത് കൊടുക്കുന്നത് കൊണ്ടും എല്ലാം പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ ഇഹ്റാം കെട്ടിയ ഒരു പുരുഷൻ തഹല്ലുൽ സാനി തവാഫ് സിയാറത്ത് ചെയ്ത് പൂർണ്ണമായ തഹല്ലുൽ വരുന്നത് വരെ അഥവാ തന്റെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ടാൽ അവരുടെ ഹജ്ജ് ബാത്തിലായി പോകും. അടുത്ത വർഷം ഹജ്ജ് ഖളാവിട്ടാൽ അവരുടെ മേൽ കടമയായി. അതുകൊണ്ട് സഹോദരന്മാരെ ഹജ്ജിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ തന്നെയും അവർ കൂടുതൽ അടുത്ത് ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഇഹ്റാമിന് ശേഷം ആവശ്യമായ കാര്യം. ഇത് അന്യപെണ്ണുങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ സഹോദരന്മാരെ. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ ഇഹ്റാമിന്റെ ആദാബ് മര്യാദകളെ കാത്തു സൂക്ഷിച്ച് വേണ്ട രൂപത്തിൽ അനുഷ്ഠിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് നാളെ ളുഹറിന് മുമ്പായി സൗകര്യം കിട്ടിയാൽ കുളിക്കണം, സുന്നത്താണ്. ഒരു സുന്നത്തിന് വേണ്ടി ഒരു ഹറാമ് ചെയ്യാൻ ആരും ഒരുങ്ങിയിട്ടില്ല. പിന്നെ ആണുങ്ങൾക്ക് കുളിക്കാൻ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു കാര്യം പറയാം, നമ്മളുടെ മിനായിലും അറഫായിലുമെല്ലാം നമ്മളുടെ അത്യാവശ്യത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്ന വെള്ളം നമ്മൾ ദുർവ്യയം ചെയ്യാൻ പാടില്ല. ഒരു സഹാബി പോയി നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒഴുകുന്ന ആറ്റിലൊരു മനുഷ്യൻ ഉളൂ ചെയ്യുകയാണ് എങ്കിൽ ആ ആറ്റിൽ ഉളൂ ചെയ്യുമ്പോൾ വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നുണ്ടോ? ഒഴുകുന്ന ആറ്റിൽ എന്താണ് ദുർവ്യയം, അവിടെ എന്താണ് അനാവശ്യ ചെലവ്? ആറ്റിൽ പോയി വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അവിടെ ഉളൂ ചെയ്യുമ്പോൾ വെള്ളം ആവശ്യത്തിന് ചെലവ് ചെയ്യാവൂ, കുറേശ്ശെ ചെലവ് ചെയ്യാവൂ എന്നൊക്കെ വല്ല നിയമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബിയങ്ങൾ പറഞ്ഞു, വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം, അനാവശ്യമായി ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒഴുകുന്ന ആറ്റിന്റെ കരയിലാണെങ്കിലും ശരിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്നു എടുക്കുമ്പോഴാണെങ്കിലും അതുപോലെ കുളിക്കുമ്പോഴാണെങ്കിലും മറ്റേത് ആവശ്യങ്ങൾ നടത്തുമ്പോഴാണെങ്കിലും അത്യാവശ്യത്തിൽ കൂടുതൽ വെള്ളം ചെലവ് ചെയ്യുന്നത് ഇസ്രാഫാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കുടിക്കാനും ആവശ്യത്തിനും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ട് വന്നു പോകുമെന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലാണ് അനാവശ്യമായി ചെലവ് ചെയ്യുന്നത് മക്രൂഹ്. എന്നാൽ വെള്ളം നമ്മൾ അനാവശ്യമായി ചെലവ് ചെയ്തു, കുടിക്കാൻ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നു, ബാക്കിയുള്ളവരുടെ അത്യാവശ്യത്തിന് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു. അതിന് കാരണം നമ്മളുടെ ദുർച്ചെലവാണ്, നമ്മളുടെ അനാവശ്യ ചെലവാണെങ്കിൽ നമ്മൾ ആ ചെയ്യുന്നത് ഹറാമാണ്. ആയതുകൊണ്ട് സഹോദരന്മാരെ, ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളം ചെലവ് ചെയ്യുന്ന കാര്യവും അതുപോലെ നമ്മൾ ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കഴിവുള്ളിടത്തോളം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാനും നമ്മൾ മറ്റുള്ളവരുടെ സൗകര്യങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാനും നമ്മളെല്ലാം ഓരോരുത്തരും ശ്രമിക്കണം. നല്ല സംസാരം, നല്ല മഹബത്ത്, നല്ല പെരുമാറ്റം, കൂട്ടത്തിലുള്ളവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, ഉപകാരങ്ങൾ ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ ഈ യാത്രയിൽ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം. നമ്മൾ പല നാട്ടുകാരായ പല തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഹജ്ജ് യാത്ര ചെയ്യുകയാണ്. ചിലരുടെ വാക്കോ പ്രവൃത്തികളോ ഒക്കെ നമ്മൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാൽ മനസ്സിന് വിഷമമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്ന നിലയിലായിപ്പോയി എന്ന് വരും. നമ്മൾ അതിന് അതേപടിയിലുള്ള വർത്തമാനം അവരോട് പറയരുത്, അതുപോലെയുള്ള പെരുമാറ്റം തിരിച്ചു പെരുമാറരുത്. നമ്മളെന്ത് ചെയ്യണം? ക്ഷമിക്കണം. അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്, നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുന്ന സ്വഭാവത്തെ നിങ്ങളുടെ ശീലമാക്കുക, അത് നിങ്ങളുടെ പതിവാക്കുക. മറ്റുള്ളവരുടെ തെറ്റ് മാപ്പ് ചെയ്തു കൊടുക്കുന്ന സ്വഭാവം നിങ്ങൾ കൈവിടരുത്, അതിനെ നിങ്ങൾ ബലമായി പിടിച്ചുകൊള്ളാൻ അല്ലാഹു തആല പറയും. എന്നാൽ നല്ല കാര്യങ്ങളെ ജനങ്ങളോട് ഉപദേശിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിച്ചു കൊടുത്തു, എന്നിട്ട് അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ഈ നല്ല പെരുമാറ്റമോ നിങ്ങളുടെ
അവരിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കില്ല. അവരൊന്നും കേൾക്കാനും അനുസരിക്കാനും തയ്യാറായില്ല. അതിനെപ്പറ്റി നിങ്ങൾ വിസ്മരിക്കണ്ട. വാഴുവാനും ജാഹിലീൻ, അങ്ങനത്തെ വിവരക്കെട്ടവരുടെ കാര്യത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞേക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു, നിങ്ങൾ പറയേണ്ടത് പറഞ്ഞു. നന്മ ചെയ്യും, നന്മ പറയും. അവർ നിങ്ങളോട് തിരിച്ചാണ് പെരുമാറിയതെങ്കിൽ നിങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ ഈ യാത്രയിൽ നമ്മൾ എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം, മഹത്വത്തോടുകൂടി പെരുമാറണം, സ്നേഹമായി പെരുമാറണം. എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണെന്ന് കരുതണം, എല്ലാവരും നമ്മുടെ സഹോദരിമാരാണെന്ന് കരുതണം. നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഉപകാരങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. അതോടൊപ്പം നമ്മുടെ ഈ ഹിജാസിലെ അറബ് രാജ്യത്തെ ഇവിടുത്തെ ക്ലൈമറ്റ്, ഇവിടുത്തെ ശീതോഷ്ണാവസ്ഥ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. വെള്ളം ധാരാളം കുടിച്ചുകൊണ്ടേയിരിക്കും. വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നു. ഗന്ധം കിട്ടിയാൽ ധാരാളം കുടിക്കും. അതുപോലെ കിട്ടുന്ന വെള്ളങ്ങളെല്ലാം ധാരാളം കുടിക്കും. വിശപ്പിന് ആഹാരം കഴിക്കും. വിശപ്പിന് ആഹാരം കഴിക്കാതിരിക്കരുത്, വെള്ളം കുടിക്കാതിരിക്കരുത്. വെയിലും കൊള്ളുന്നു. അൽഹംദുലില്ലാഹ് അങ്ങനെ വെയിലൊന്നും ഇല്ല ഇപ്പൊ നമുക്കുണ്ടാവട്ടെ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യും. നാളെ അറഫായിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പറയുകയാണ്. ചിലപ്പോൾ പെണ്ണുങ്ങൾ തങ്ങളുടെ കൂടാരത്തിന്റെ അടുത്ത് മൂത്രമൊഴിക്കാനോ വെളിക്കിറങ്ങാനോ വിചാരിക്കുമ്പോൾ ആളുകൾ കാണും. എന്നാൽ നമുക്ക് അല്പം ദൂരോട്ട് പോയി കളയാം. ഒരു 3-4 കൂടാരത്തിന്റെ അപ്പുറത്ത് പോയി മൂത്രമൊഴിച്ച് വെളിക്കിറങ്ങിയിട്ടേക്ക് വരാം, അല്പം ഒന്ന് ഒതുങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് ഒരു കാരണവശാലും പെണ്ണുങ്ങൾ തങ്ങളുടെ കൂടാരത്തിന്റെ അടുത്ത് നിന്ന് പൊയ്ക്കളയരുത്. അങ്ങനെ പോയാൽ തിരിച്ച് തന്റെ കൂടാരത്തിലേക്ക് വരാൻ മിക്കവാറും സാധിക്കും. ഒരു 4-5 കൊല്ലത്തിന് മുമ്പ് അറഫ വൈകുന്നേരം മഗ്‌രിബായി ഒരു ഈരാറ്റ് വേട്ടക്കാരി, ഒരു സ്ത്രീ ഒരു കിണ്ടിയിൽ വെള്ളം എടുത്തോണ്ട് പോകും. കൂടാരത്തിൽ നിന്നും ഒരു അകലെ. ഞാൻ പറഞ്ഞു എങ്ങോട്ടായോ പോകുന്നത്, എനിക്കൊന്ന് മറക്കിരിക്കണം. ഇത്ര ദൂരെ പോകുന്ന അടുത്ത് ചെറിയ മറയുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് ഒരു ആവശ്യം നിറവേറ്റും. ഞാൻ ദൂരെ പോയിട്ട് വന്നോളാം, എനിക്ക് വഴിയൊക്കെ അറിയാം. ഈ കൂടാരമല്ലേ, ഞാൻ അവിടെ പോയാൽ ഇങ്ങോട്ട് വന്നോളാം. അപ്പൊ നമ്മുടെ കൂടാരം മുമ്പിലുണ്ട്. നേരെ കുറേയാൾക്ക് പോകും, പോയിട്ട് നേരെ ഇങ്ങോട്ട് വരാമെന്നാ വിചാരം. ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ 4 വശത്തും കൂടാരം കാണും. എല്ലാ കൂടാരവും ഒരുപോലെ, എല്ലാ കൂടാരത്തിലേക്കുള്ള വഴിയും ഒരുപോലെ. നിങ്ങൾക്ക് സംശയമാകും ഞാൻ അവിടെ നിന്നാണോ വന്നത്, ഇവിടെ നിന്നാണോ വന്നത്, അവിടെ നിന്നാണോ വന്നത്, ഇവിടെ നിന്നാണോ വന്നത്. സംശയം വെച്ചുകൊണ്ടൊരു കൂടാരത്തിലേക്ക് പോകും. ആ കൂടാരത്തിൽ ചെന്ന് നോക്കുമ്പോൾ അത് നിങ്ങളുടെ കൂടാരമല്ല. ഒന്ന് അവിടെ നിന്ന് പിന്നൊരു കൂടാരത്തിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ആ കൂടാരമല്ല. പിന്നെ അവിടെ നിന്ന് പിന്നൊരു കൂടാരത്തിലേക്ക് പോകും. അങ്ങനെ മക്കളെ അറബാ മൈതാനത്തിൽ മക്കളെ പിന്നെ നിങ്ങളെ തേടി പിടിക്കാൻ വരുന്നവരും ആരാക്ക്, നിങ്ങളും ആരാക്ക്. അതുകൊണ്ട് ആ നിലയ്ക്കിടയായത് നിങ്ങളുടെ കൂടാരത്തിന്റെ അടുത്ത് തന്നെ മൂത്രമൊഴിക്കാനും വെളിക്കിറങ്ങാനും ചെറിയ സൗകര്യങ്ങൾ, പരിമിതമായ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കൂടാരത്തിന്റെ അടുത്ത് മൂത്രമൊഴിക്കാനോ വെളിക്കിറങ്ങാനോ പെണ്ണുങ്ങൾ പോകാവുള്ളൂ. ഒരു കാരണവശാലും തന്റെ കൂടാരത്തിന്റെ അടുത്ത് നിന്ന് ദൂരെ പോകാൻ പാടില്ല. കാരണം പെണ്ണുങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ അവരും ആകെപ്പാടെ പഴയും, അവരുടെ കൂട്ടത്തിലുള്ള ആണുങ്ങൾ കുറയും. അതുകൊണ്ട് കൂടാരത്തിന്റെ അടുത്ത് നിന്ന് ആരും ദൂരോട്ട് പോകരുത്. ഇനി അഥവാ അങ്ങനെ ദൂരെ പോകേണ്ട എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ പരിചയമുള്ള നിങ്ങളുടെ മഹമായ ആണുങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങളുടെ മഹമായ ആണുങ്ങൾ പരിചയമില്ലാത്തവരാണെങ്കിലോ അവരെയും കൂട്ടിക്കൊണ്ടുപോയേക്കരുത്. അവസാനം രണ്ടുപേരും കൂടും. പൊതുവെ അറഫാ മൈതാനത്തിൽ വഴി തെറ്റിയാൽ കൂടാരം മാറിപ്പോയാൽ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. കാരണം തുറന്ന മൈതാനമാണ്, എല്ലാ സ്ഥലത്തും കൂടാരമാണ്, എല്ലാ കൂടാരവും ഒരുപോലെയാണ്. എങ്ങോട്ട് നോക്കിയാലും മണലാണ്. അതുകൊണ്ട് കൂടാരത്തിൽ നിന്ന് ദൂരെ പോയാൽ തന്റെ കൂടാരം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചില പരിചയമുള്ള ചില ബന്ധുങ്ങൾ അവിടെ മിടുക്ക് കാണിക്കുന്നത് കണ്ട് പുതിയ ബന്ധുങ്ങൾ അത് കാണിച്ചേക്കരുത്. അവര് പരിചയമുള്ളവരായിരിക്കും, അവര് കാണിച്ചോട്ടെ. നിങ്ങൾ കാണിക്കാൻ പോകണ്ട. ഇതൊരു പ്രത്യേക കാര്യമാണ്. ഇനിയും ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയ്ക്ക് പറയുകയാണ്. അല്ലാതെ നമ്മളെ എല്ലാവരെയും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഥവാ ആരെങ്കിലും സ്ത്രീകളോ പുരുഷന്മാരോ കൂട്ടം വിട്ടുപോയി ഒറ്റപ്പെട്ട കൂട്ടുകാരോ കണ്ടുപിടിക്കുന്നു